നവംബർ 30 ആഗമനകാലത്തിലെ ആദ്യ ഞായറാഴ്ച. മത്തായി 24:27 മുതൽ 44 വരെ വാക്യങ്ങൾ. ഇന്ന് തിരുസഭ ആഗമനകാലത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ആഘോഷിക്കുന്നു. യേശുവിൻ്റെ ജനനത്തിൻ്റെയും അന്തിമ വരവിൻ്റെയും ആഘോഷത്തിനായി ഒരുങ്ങുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന ഒരു കാലമാണ് ആഗമനകാലം. ക്രിസ്മസിൻ്റെ സന്തോഷകരമായ സംഭവത്തിനും യേശുവിൻ്റെ അന്തിമ തിരിച്ചുവരവിനും നാം സ്വയം ഒരുങ്ങുമ്പോൾ ഇത് പ്രതീക്ഷയുടെയും ധ്യാനത്തിൻ്റെയും സമയമാണ്. ആഗമനകാലത്തിലെ ആദ്യ ആഴ്ചയിലെ സുവിശേഷം ഒരു ഞെട്ടിപ്പിക്കുന്ന ചിത്രത്തോടെയാണ് ആരംഭിക്കുന്നത്. രാത്രിയിലെ കള്ളനെപ്പോലെ മനുഷ്യപുത്രൻ വരും. ആത്മാവിനെ ഉണർത്താനാണ് ഇതുകൊണ്ട് യേശു ഉദ്ദേശിക്കുന്നത്. ഒരു കള്ളൻ നിശബ്ദമായി വന്ന് വിലപ്പെട്ടതെല്ലാം കവർന്നെടുക്കുന്നു. എന്നാൽ യേശു വരുന്നത്, മൃദുവായി വരുന്നത്, നമ്മിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട ജീവൻ തിരിച്ചു നൽകാനാണ്. നമ്മുടെ നെഞ്ചിലെ ഭാരം അല്ലെങ്കിൽ ഭയം അവൻ നീക്കം ചെയ്യുന്നു. വളരെ കാലമായി നാം വഹിച്ചുകൊണ്ടിരുന്ന കയ്പ് അവിടുന്ന് മാറ്റുന്നു. നാം എപ്പോഴും ശക്തരായിരിക്കണമെന്ന മിഥ്യാധാരണയെ തകർക്കുന്നു. നമ്മെ ബന്ധിച്ചിരിക്കുന്നതായി നാം ഒരിക്കലും മനസ്സിലാക്കാത്ത ചങ്ങലകൾ അവൻ പൊട്ടിച്ചു മാറ്റുന്നു. ഏറ്റവും അത്ഭുതകരമായ രീതിയിലാണ് കർത്താവ് ഇത് ചെയ്യുന്നത്. അവൻ അല്ലെങ്കിൽ സർവശക്തൻ ഒരു ശിശുവായി വരുന്നു. നിത്യനായ ദൈവം ദുർബലതയോടെ പ്രവേശിക്കുന്നു. പരിശുദ്ധനായി മറഞ്ഞിരിക്കുന്നു സാധാരണ വേഷത്തിൽ. യേശു തൻ്റെ വരവിൻ്റെ ദിവസമോ മണിക്കൂറോ അറിയുന്നില്ലെന്ന് ഊന്നി പറയുന്നു. ദൂതന്മാർക്കോ പുത്രനോ പോലും അതറിയില്ല, പിതാവിന് മാത്രമേ അറിയൂ. നോഹയുടെ കാലത്തെ പോലെ ജനങ്ങൾ ദൈനംദിന കാര്യങ്ങളിൽ മുഴുകിയിരുന്നു. ഇത്തരം അലംഭാവത്തിനെ കുറിച്ചാണ് യേശു മുന്നറിയിപ്പ് നൽകുന്നത്. ആഗമനകാലത്തിലേക്ക് കടക്കുമ്പോൾ ഈ അലംഭാവം മാറ്റിവെക്കേണ്ടതുണ്ട്. ഒരു നിത്യജീവിതത്തിലേക്കുള്ള യാത്ര എന്ന നിലയിൽ ആഗമനകാലം നമുക്ക് ഒരുങ്ങാനും മുന്നോട്ട് നോക്കാനുമുള്ള അവസരം നൽകുന്നു. ദൈനംദിന ദിനചര്യകളെക്കുറിച്ച് മാത്രമല്ല, സമയമെടുത്ത് ദൈവത്തോടൊപ്പം നിശ്ചിതമായി ഇരിക്കാനും അവൻ്റെ സ്നേഹത്തിൽ പങ്കുചേരാനും ഇത് അവസരം നൽകുന്നു. ഇന്ന് നമ്മൾ പ്രത്യാശയുടെ മെഴുകുതിരി കത്തിക്കുമ്പോൾ നാം വീണ്ടും നിശബ്ദമായി ധ്യാനിക്കേണ്ടതുണ്ട്. പ്രത്യാശ നിങ്ങളെ ഉള്ളിൽ ഊഷ്മളമാക്കട്ടെ. ഉച്ചത്തിൽ പ്രകാശിക്കാത്ത എന്നാൽ ഒരിക്കലും അണയാത്തൊരു വെളിച്ചം പോലെ നിശബ്ദമായി പ്രകാശിക്കുന്ന തരത്തിലുള്ള പ്രത്യാശ. എത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നേരിടേണ്ടി വന്നാലും ലോകത്തിലേക്ക് പ്രത്യാശ കൊണ്ടുവരുന്നത് തുടരുന്ന നമ്മുടെ കർത്താവും രക്ഷകനുമായ അവൻ്റെ ജനന ആഘോഷത്തിനായി തയ്യാറെടുക്കുന്ന യാത്രയിലാണ് നാം എന്നത് നമ്മെ പ്രത്യാശയിൽ ജീവിക്കാൻ സഹായിക്കുന്നു. ക്രിസ്തുവിൻ്റെ തിരിച്ചുവരവിനും എല്ലാറ്റിൻ്റെയും പുനഃസ്ഥാപനത്തിനും നമുക്കുള്ള ആത്യന്തിക പ്രത്യാശയുടെ ഓർമ്മപ്പെടുത്തലാണിത്. ഈ ആഗമനയാത്ര ആരംഭിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വരവിനായി നാം ഒരുങ്ങേണ്ടതുണ്ട്. ജാഗ്രതയുടെയും പ്രത്യാശയുടെ ഒരു ഭാവത്തിലേക്ക് യേശു നമ്മെ വിളിക്കുന്നു. അവിടെ ഓരോ ദയാപ്രവൃത്തിയും ഓരോ പ്രാർത്ഥനയും നീതിക്കായുള്ള ഓരോ തീരുമാനവും അവൻ്റെ വരവിനുള്ള ഒരുക്കമായി മാറുന്നു. പ്രിയപ്പെട്ടവരെ, നാം മുന്നിട്ടിറങ്ങി സുവിശേഷം പങ്കുവയ്ക്കാൻ തയ്യാറാകണം. കാരണം മനുഷ്യപുത്രൻ അപ്രതീക്ഷിതമായ മണിക്കൂറിലാണ് വരുന്നത്. അതിന് എപ്പോഴും തയ്യാറായിരിക്കണം. നിങ്ങൾ തയ്യാറാണോ? എല്ലാവർക്കും ആഗമനകാലത്തിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം കേരള.